കോഴിക്കോട് കക്കാടംപൊയിലിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. കോഴിക്കോട് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. വിവരങ്ങളുമായി ആകാശ് തടത്തിലാണ് ചേരുന്നത്. ആകാശ്, എന്താണ് അപകടത്തിന് വിശദാംശങ്ങൾ? ആർക്കും പരിക്കില്ല, അതുകൊണ്ട് തന്നെ ഭാഗ്യം. കൂമ്പാറ കക്കാടംപൊയിൽ കോട്ടയം വളവിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നിരന്തരമായി ഈ പ്രദേശത്ത് അപകടം ഉണ്ടാകുന്നു. അപകടം ഒരു തുടർക്കഥയാകുന്നു എന്നാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു വാഹനം അപകടത്തിൽ പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു കോഴിക്കോട് നിന്നും വിനോദയാത്രയ്ക്കായി പോയിരുന്ന കുടുംബം അപകടത്തിൽപ്പെട്ടത്. ഈ വാഹനത്തിലെ വളവിൽ നിന്ന് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്ന് ഇടിക്കുകയും ആയിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞു വീണു. ഒരുപക്ഷെ ഇലക്ട്രിക് പോസ്റ്റ് കാറിലേക്കാണ് വീടിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ നടന്നേനെ. ഏതായാലും കുടുംബം തലനാരിഴയ്ക്ക് തന്നെയാണ് രക്ഷപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് റോഡിലേക്ക് വീഴുകയും നാട്ടുകാർ ചേർന്ന് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. പിന്നാലെ തന്നെ KCB ഉദ്യോഗസ്ഥരെ അറിയിച്ച് വൈദ്യുതി വിച്ഛേദിക്കുകയും കൂടാതെ നാട്ടുകാരും കൂടാതെ KCB ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവിടെ നിന്ന് പോസ്റ്റ് നീക്കം ചെയ്തിട്ടുമുണ്ട്. ഏതായാലും ഈ പ്രദേശത്തെ ഉൾപ്പെടെ വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമത്തിലാണ് KCB. ഏതായാലും നിരന്തരമായി അപകടം ഈ ഭാഗങ്ങളിൽ സംഭവിക്കുന്നതായാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു കാർ ഈ വളവിൽ നിന്ന് അപകടത്തിൽ പെട്ടിരുന്നു. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. വലിയ രീതിയിൽ അപകട ബോർഡ് ഉൾപ്പെടെ ഇവിടെ സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ഏതായാലും ഈ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പോസ്റ്റ് ഈ വാഹനത്തിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ പരിക്കേൽക്കുമായിരുന്നു. ഈ കുടുംബം നിലവിൽ ആർക്കും തന്നെ പരിക്കില്ല. നാട്ടുകാർ ചേർന്ന് ഇവരെ കാറിൽ നിന്ന് പുറത്ത് എത്തിക്കുകയും അവിടെ നിന്ന് ഇവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പോസ്റ്റും ഈ റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. ഷാമിലേക്ക്